ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻ. നിങ്ങളിത് കണ്ടല്ലോ, ടൊമാറ്റോ. എൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് പറിച്ച ഹോം ഗ്രോൺ ടൊമാറ്റോ. സമ്മറായാൽ അമേരിക്കൻ മലയാളികളുടെ എല്ലാ വീട്ടിലും ധാരാളമായി ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് ടൊമാറ്റോ. അതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ടൊമാറ്റോ ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാമെന്നാണ്. ഇത് വെച്ചിരുന്നാൽ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. ഇത് കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. എന്നാൽ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ 2 ടേബിൾ ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. വലിയ ടൊമാറ്റോയും ചെറിയ ടൊമാറ്റോയും. ഏത് ടൊമാറ്റോ ചേർത്താലും കുഴപ്പമില്ല, രണ്ടും നല്ലതാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ടൊമാറ്റോ ജ്യൂസ് സമ്മർ ആയാൽ ഏതു മലയാളിയുടെ വീട്ടിലും കാണുന്ന ഒരു പച്ചക്കറിയാണ് ടൊമാറ്റോ. ഇനി കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്ക് അയൽവാസികൾ ഗ്രാൻഡായി കൊടുക്കുന്ന ഒരു പച്ചക്കറി. ഇതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണാം. ഇത് ഞാനിവിടെ 4 ടൊമാറ്റോ, ഒരു 6 ചെറിയ ടൊമാറ്റോ, ഇത് 1/2 കപ്പ് വെള്ളം, 1 സ്പൂൺ ലെമൺ ജ്യൂസ്, 1 സ്പൂൺ സോൾട്ട്, 1 സ്പൂൺ ഷുഗർ, ഇത്രയും ചേർത്ത്, ഈ സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇനി ഇത് ബ്ലെൻഡറിൽ അടിച്ച് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മിക്സിയുടെ ജാർ എടുത്തു, അതിലോട്ട് 1 കഷ്ണം ഇഞ്ചി, ഒരു 2 പീസ് റോസ്മെരി ചേർത്തു. ഇനി വേവിച്ച് വെച്ച ടൊമാറ്റോ ഇതിനകത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് ബ്ലെൻഡ് ചെയ്ത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടൊമാറ്റോ ജ്യൂസായി. അത് കുപ്പിയിലാക്കി കണ്ടല്ലോ, അരച്ചു. ഇനി ഞാനിത് ഇതിൻ്റെ ചണ്ടിയെല്ലാം മുഴുവൻ മാറ്റി, അത് മാറ്റുക. ജ്യൂസ് മാത്രം ബോട്ടിലിൽ ഒഴിച്ചു വെക്കുക. ഇത് കംപ്ലീറ്റ് എടുത്ത് മാറ്റണം. അതിന് ഒരു 5 മിനിറ്റ്സ് എടുക്കും. അരിച്ചെടുത്ത ടൊമാറ്റോ സൂപ്പാണിത്. ഓർഗാനിക് ഹോം ഗ്രോൺ ടൊമാറ്റോ ജ്യൂസ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഒരു പ്രിസർവേറ്റീവ് ചേർക്കാത്തത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ആണ്.